വിശുദ്ധ കാമുലുസ് ഡെ ലെല്ലീസ് 1550 നേപ്പിൾസിലെ അബ്രൂസോയിലെ ബച്ചിയാനോക്കോയിലാണ് വിശുദ്ധ കാമുലുസ് ഡെ ലെല്ലീസ് ജനിക്കുന്നത്. വിശുദ്ധൻ്റെ ശൈശവത്തിൽ തന്നെ വിശുദ്ധന് തൻ്റെ മാതാവിനെ നഷ്ടപ്പെട്ടു. 6 വർഷങ്ങൾക്ക് ശേഷം പിതാവിനെയും അവന് നഷ്ടമായി. ഒരു യുവാവായിരിക്കെ സൈന്യത്തിൽ പ്രവേശിക്കുമ്പോൾ വിശുദ്ധനെ എഴുതുവാനും വായിക്കുവാനും മാത്രമായിരുന്നു അറിയാവുന്നത്. 1574 തൻ്റെ സൈനിക വിഭാഗം പിരിച്ചുവിടുന്നതുവരെ വെനീഷ്യനിലും പിന്നീട് നിയാപോളിറ്റീൻ സൈനിക വിഭാഗത്തിലുമായിരുന്നു സേവനം ചെയ്തിരുന്നത്. ചൂതാട്ടത്തിൽ അതിയായ താൽപ്പര്യമുണ്ടായിരുന്ന വിശുദ്ധൻ പലപ്പോഴും തൻ്റെ അത്യാവശ്യ സാധനങ്ങൾ വരെ ചൂതാട്ടത്തിൽ നഷ്ടപ്പെടുത്തി. ദുർമാർഗികമായ ഈ വിനോദത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വിശുദ്ധൻ അത്രയധികം ബോധവാനായിരുന്നില്ല. അവസാനം ദാരിദ്ര്യം വിശുദ്ധൻ്റെ കണ്ണു തുറപ്പിച്ചു. വിശുദ്ധൻ പതിയെ ആ വിനോദത്തിൽ നിന്നും പിന്മാറി. ഉപജീവനം കഴിക്കുവാനായി കപ്യൂച്ചൻ ഫ്രിയാഷിൻ്റെ ഒരു ഭവനത്തിൽ കഴുതകളെ നയിക്കുന്ന ജോലിയിൽ പ്രവേശിച്ചു. അപ്പോഴും അനുതാപത്തിനു വേണ്ടിയുള്ള ഒരു ഉൾവിളി വിശുദ്ധനിൽ ഉണ്ടായിരുന്നു. ആ കപ്യൂച്ചൻ ഭവനത്തിലെ ഫ്രിയാറിൻ്റെ ഉപദേശം വിശുദ്ധൻ്റെ പരിവർത്തനം പൂർത്തിയാക്കി. ഫ്രിയാറിൻ്റെ ഉപദേശത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് തൻ്റെ ജോലിയിൽ വ്യാപൃതനായിരിക്കെ പെട്ടെന്ന് വിശുദ്ധൻ മുട്ടുകുത്തി നിന്ന് തൻ്റെ മാറത്തടിച്ചുകൊണ്ട് അതുവരെ താൻ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് ദൈവത്തോട് കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിക്കുകയും തൻ്റെ മേൽ ദൈവകാരുണ്യം ചൊരിയുവാൻ യാചിക്കുകയും ചെയ്തു. 1575 ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇത് സംഭവിച്ചത്. അപ്പോൾ വിശുദ്ധന് 25 വയസ്സായിരുന്നു പ്രായം. ആ സമയം മുതൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ അനുതാപത്തിലൂന്നിയുള്ള ഒരു ജീവിത രീതിയായിരുന്നു വിശുദ്ധൻ നയിച്ചിരുന്നത്. കപ്യൂച്ചൻ ഫ്രിയാർസിൻ്റെ ആശ്രമത്തിൽ തന്നെ പ്രവേശിക്കുവാൻ വിശുദ്ധൻ അപേക്ഷിച്ചുവെങ്കിലും വിശുദ്ധൻ്റെ പാദത്തിലുണ്ടായിരുന്ന ഒരു വ്രണം ഒരിക്കലും സുഖപ്പെടുകയില്ല എന്ന് കണ്ടതിനാൽ വിശുദ്ധന് അവർ പ്രവേശനം നിഷേധിച്ചു. അതേ തുടർന്ന് കാമുലുസ് തൻ്റെ രാജ്യം ഉപേക്ഷിച്ച് റോമിലേക്ക് പോയി. അവിടെ സെൻറ്റ് ജെയിംസ് ആശുപത്രിയിൽ ചേർന്ന് രോഗികളെ പരിചരിക്കുവാൻ ആരംഭിച്ചു. കെട്ടോടുകൂടിയ തുകൽ കുപ്പായവും പിച്ചള കൊണ്ടുള്ള അരപ്പട്ടയുമായിരുന്നു അപ്പോൾ വിശുദ്ധൻ്റെ വേഷം. രാവും പകലും വിശുദ്ധൻ രോഗികളെ പരിചരിച്ചു. മരണാസന്നരായവർക്ക് വിശുദ്ധൻ പ്രത്യേക പരിഗണന നൽകി. അവർക്ക് ആത്മീയമായ ഉപദേശങ്ങൾ നൽകുവാൻ വിശുദ്ധൻ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. എളിമയും ഭക്തിയുമായിരുന്നു വിശുദ്ധൻ്റെ ജീവിത രീതി. ഞായറാഴ്ചകളിലും ഒഴിവു ദിവസങ്ങളിലും വിശുദ്ധൻ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. വിശുദ്ധ ഫിലിപ്പ് നേരിയായിരുന്നു വിശുദ്ധൻ്റെ കുമ്പസാരകൻ. കാമുലുസിൻ്റെ ഈ കാരുണ്യ പ്രവൃത്തികളും എളിമയും ഭക്തിയും അവിടുത്തെ മേലധികാരികൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ആ വിശുദ്ധനെ ആ ആശുപത്രിയുടെ ഡയറക്ടറായി നിയമിച്ചു. അവിടെ ശമ്പളത്തിന് രോഗികളെ പരിചരിക്കുന്നവരുടെ അലസത കണ്ട് മനം മടുത്ത വിശുദ്ധൻ ഒരു കാരുണ്യ പ്രവൃത്തി എന്ന നിലയിൽ ഇതിനു വേണ്ടി സമർപ്പിക്കുവാൻ ഭക്തരായ കുറച്ച് ആളുകളെ സംഘടിപ്പിക്കുവാൻ ഒരു പദ്ധതിയിട്ടു. എന്നാൽ ഇതിൽ ഒരുപാട് തടസ്സങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നു. ഇതേ തുടർന്ന് രോഗികളെ ആത്മീയമായി സഹായിക്കുവാൻ പൗരോഹിത്യം പട്ടം സ്വീകരിക്കുവാൻ കാമുലുസ് തീരുമാനിക്കുകയും അതിനായുള്ള പഠനം ആരംഭിക്കുകയും ചെയ്തു. ഗ്രിഗറി മൂന്നാമൻ മാർപ്പാപ്പയുടെ കാലത്ത് സെൻറ്റ് അഫാസിലെ മെത്രാനായിരുന്ന ഗോൾഡ് വെല്ലിൻ്റെ കയ്യിൽ നിന്നും കാമുലുസ് പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു. 1584 വിശുദ്ധൻ വിറ്റ്സൻടൈഡിലെ പുരോഹിതനായി നിയമിതനായി. അവർ ലേഡി ഓഫ് മിറാക്കുള എന്ന ചാപ്പലിലെ പ്രധാന പുരോഹിതനായി നിയമിതനായതിനാൽ വിശുദ്ധൻ ആശുപത്രിയിലെ തൻ്റെ ഡയറക്ടർ പദവി രാജിവെച്ചു. അതേ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധൻ രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി തൻ്റെ സ്വന്തം സഭയ്ക്ക് അടിത്തറയിട്ടു. കറുത്ത നിറമുള്ള കുപ്പായമായിരുന്നു അവിടുത്തെ സഭാവസ്ത്രം. വിശുദ്ധൻ അവർക്ക് ചില നിയമങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് എല്ലാ ദിവസവും അവർ ഹോളി ഗോസ്റ്റ് എന്ന വലിയ ആശുപത്രിയിൽ പോയി രോഗികളെ വളരെ സ്നേഹത്തോടുകൂടി പരിചരിച്ചു.
അവിടുത്തെ രോഗികളിൽ അവർ ക്രിസ്തുവിനെ തന്നെയായിരുന്നു കണ്ടിരുന്നത്. അവർ രോഗികളുടെ മെത്തകൾ ശരിയാക്കുകയും നല്ല ഉപദേശങ്ങൾ നൽകുകയും സന്തോഷകരമായ മരണത്തിനു വേണ്ടി അവരെ ഒരുക്കുകയും ചെയ്തു. രോഗികൾക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള ആത്മീയ സഹായങ്ങളും നൽകുക എന്നതായിരുന്നു വിശുദ്ധൻ്റെ പുതിയ സഭയുടെ മുഖ്യ ലക്ഷ്യം. അനുതാപത്തെക്കുറിച്ചും മറ്റുള്ള നന്മകളെക്കുറിച്ചും അവരെ പറഞ്ഞു മനസ്സിലാക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മുതലായവ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. അതിനാൽ വിശുദ്ധൻ തൻ്റെ പുരോഹിതന്മാരെ തയ്യാറാക്കുവാനായി അവർക്ക് വായിക്കുവാൻ വേണ്ട ഗ്രന്ഥങ്ങൾ നൽകുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തു. മരണശയ്യയിൽ കിടക്കുന്നവർക്കായിരുന്നു വിശുദ്ധൻ്റെ മുഖ്യ പരിഗണന. അതിനാൽ മരണശയ്യയിൽ കിടക്കുന്നവർക്ക് വേണ്ട എല്ലാ ആത്മീയ സഹായങ്ങളും വിശുദ്ധൻ നൽകി. വേണ്ട വിധത്തിലുള്ള അനുതാപത്തോടുകൂടി തങ്ങളുടെ അന്ത്യകൂദാശകൾ സ്വീകരിക്കുവാൻ വിശുദ്ധൻ അവരെ ഉപദേശിച്ചു. വിശുദ്ധൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവരും ആകൃഷ്ടരാകുകയും അദ്ദേഹത്തിൻ്റെ പദ്ധതികളെ എല്ലാവരും പ്രശംസിക്കുകയും ചെയ്തു. 1586 സിക്സ്റ്റസ് അഞ്ചാമൻ പാപ്പ വിശുദ്ധൻ്റെ സഭയെ അംഗീകരിച്ചു. വിശുദ്ധൻ തന്നെയായിരുന്നു അതിൻ്റെ ആദ്യത്തെ സുപ്പീരിയർ. റോജർ എന്ന ഇംഗ്ലീഷുകാരനായിരുന്നു വിശുദ്ധൻ്റെ ആദ്യ സഹചാരികളിൽ ഒരാൾ. സെൻറ്റ് മേരി മഗ്ദലൻ എന്ന ദേവാലയം അവരുടെ പ്രാർത്ഥനയ്ക്കായി നൽകുകയും ചെയ്തു. 1588 വിശുദ്ധൻ നേപ്പിൾസിലേക്ക് ക്ഷണിക്കപ്പെട്ടു. 12ഓളം സഹചാരികളുമായി വിശുദ്ധൻ നേപ്പിൾസിൽ എത്തുകയും അവിടെ ഒരു ഭവനം പണിയുകയും ചെയ്തു. കാലത്ത് പ്ലേഗ് ബാധിച്ചവരുള്ളതിനാൽ ചില കപ്പലുകൾക്ക് തുറമുഖത്ത് അണയുന്നതിന് വിലക്കേർപ്പെടുത്തി. എന്നാൽ പയസ് സെർവൻസ് ഓഫ് ദ സിഖ് എന്ന നാമത്തോടുകൂടിയ വിശുദ്ധൻ്റെ സഭാംഗങ്ങൾ കപ്പലിൽ പോവുകയും രോഗികളെ പരിചരിക്കുകയും ചെയ്തു. ആ ഉദ്യമത്തിൽ 2 പുരോഹിതരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അവരാണ് ഈ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷികൾ. ഒരിക്കൽ പകരുന്ന ഒരു തരം ജ്വരം റോമിൽ പടർന്നു പിടിച്ചപ്പോഴും വിശുദ്ധൻ ഇതേ കാരുണ്യം തന്നെ അവിടെയും പ്രദർശിപ്പിച്ചു. പിന്നീട് ക്ഷാമമുണ്ടായപ്പോഴും വിശുദ്ധൻ റോമിൽ തൻ്റെ കാരുണ്യ പ്രവൃത്തികൾ നടത്തി. 1592 1600 ക്ലെമൻ്റ് 8 പാപ്പ ഈ സഭയെ സവിശേഷ അധികാരങ്ങൾ നൽകി അംഗീകരിച്ചു. തൻ്റെ ശുശ്രൂഷകൾക്കിടയിൽ വിശുദ്ധൻ സ്വയം ശാരീരികമായ യാതനകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ കാലിലെ ഒരു വ്രണം കൊണ്ടുള്ള യാതന വിശുദ്ധൻ ഏതാണ്ട് 46 വർഷത്തോളം സഹിച്ചു. രോഗികളെ പരിചരിക്കുമ്പോൾ ഉണ്ടായ ഒരു പരിക്ക് 38 വർഷത്തോളം നീണ്ടുനിന്നു. വിശുദ്ധൻ്റെ പാദത്തിലുണ്ടായിരുന്ന 2 വ്രണങ്ങൾ മൂലം അതികഠിനമായ വേദന വിശുദ്ധൻ സഹിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പല രോഗങ്ങളും വിശുദ്ധനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഈ യാതനകൾക്ക് നടുവിലും തന്നെ തേടി വരുന്നവരെ വിശുദ്ധൻ കാത്തു നിൽക്കുവാൻ സമ്മതിച്ചിരുന്നില്ല. പലപ്പോഴും വിശുദ്ധന് നിവർന്നു നിൽക്കുവാൻ കഴിയാതെ വരുമ്പോൾ കട്ടിലിൻ്റെ വശങ്ങളിൽ പിടിച്ച് ഇഴഞ്ഞായിരുന്നു ഒരു രോഗിയുടെ പക്കൽ നിന്നും മറ്റൊരു രോഗിയുടെ പക്കലേക്ക് പോയിക്കൊണ്ടിരുന്നത്. 1607 വിശുദ്ധൻ തൻ്റെ സഭയുടെ നായക പദവി ഉപേക്ഷിച്ചു. ബൊളോണ, മിലാൻ, ജനോവ, ഫ്ലോറൻസ്, ഫെറാറ, മെസ്സിന, പാർലെമോ, മാൻഡുവ, വിറ്റർബോ, ബോച്ചിയാനോ, തിയേറ്റ, ബുർഗോനോണോ, സൈനുയസ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ വിശുദ്ധൻ തൻ്റെ സഭാഭവനങ്ങൾ സ്ഥാപിച്ചു. പ്ലേഗ് ബാധയുള്ള സ്ഥലങ്ങളിലേക്ക് വിശുദ്ധൻ തൻ്റെ പുരോഹിതരെ അയച്ചു. 1600 നോളായിൽ പ്ലേഗ് ബാധയുണ്ടായപ്പോൾ അവിടുത്തെ മെത്രാൻ വിശുദ്ധനെ തൻ്റെ വികാർ ജനറൽ ആയി നിയമിച്ചു. ആ അവസരത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് വിശുദ്ധൻ്റെ പുരോഹിതരിൽ നിന്നും ലഭിച്ച ആശ്വാസം ചെറുതല്ല. ദൈവം വിശുദ്ധനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമായി പ്രവചനപരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവ് തുടങ്ങി നിരവധി സമ്മാനങ്ങളാൽ അനുഗ്രഹിച്ചു. 1613 റോമിൽ വെച്ച് നടന്ന തൻ്റെ സഭയുടെ 5ാമത്തെ ജനറൽ ചാപ്റ്ററിൽ വിശുദ്ധൻ പങ്കെടുത്തു. അതിനുശേഷം തൻ്റെ സഭയുടെ പുതിയ നായകനൊപ്പം വിവിധ ഭവനങ്ങളും ആശുപത്രികളും സന്ദർശിക്കുവാൻ തുടങ്ങി. ഇതിനിടയിൽ ജനോവയിൽ വെച്ച് വിശുദ്ധന് ഗുരുതരമായ രോഗം പിടിപെട്ടു. എന്നാൽ പിന്നീട് രോഗം കുറച്ച് ഭേദമായപ്പോൾ
തൻ്റെ ആശുപത്രി സന്ദർശനങ്ങൾ വിശുദ്ധൻ പൂർത്തിയാക്കി. അധികം താമസിയാതെ അദ്ദേഹം വീണ്ടും രോഗശയ്യയിലായി. കർദിനാൾ ജിന്നാസിയോയുടെ കൈകളിൽ നിന്നുമാണ് വിശുദ്ധൻ തൻ്റെ അന്ത്യകൂദാശകൾ സ്വീകരിക്കുന്നത്. 1614 ജൂലൈ 14 വിശുദ്ധൻ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. അപ്പോൾ വിശുദ്ധന് 65 വയസ്സ് കഴിഞ്ഞിരുന്നു. സെൻറ്റ് മേരി മഗ്ദലൻ ദേവാലയത്തിൻ്റെ അൾത്താരയ്ക്ക് സമീപത്തായാണ് വിശുദ്ധനെ ആദ്യം അടക്കം ചെയ്തത്. എന്നാൽ അവിടെ നടന്ന അത്ഭുതങ്ങൾ ആധികാരികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് അവിടെ നിന്നും എടുത്ത് അൾത്താരയ്ക്ക് കീഴിൽ സ്ഥാപിച്ചു. 1742 വിശുദ്ധനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചതിന് ശേഷം അവയെ ഒരു ചെറിയ ദൈവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. 1746 ബെനഡിക്റ്റ് 14 മാർപ്പാപ്പ കാമുലുസ് ഡെ ലെല്ലിസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.